ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 4ാമത്തെ യൂണിറ്റ് പഠിക്കാം, ബ്ലൂംസ് ആൻഡ് ബ്രീസ്. ഓക്കെ, ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ പൂവുകളൊക്കെ വിരിയുന്നതിനാണ് ബ്ലൂംസ് എന്ന് പറയുക. പിന്നെ ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്, അല്ലേ, ചെറിയ കാറ്റിനാണ് ബ്രീസ് എന്ന് പറയുക കേട്ടോ. അതിൻ്റെ അടിയിൽ നോക്കൂ, ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. ചെറിയൊരു കൊട്ടേഷനിൽ അതാര് പറഞ്ഞതാണ്? വില്യം വേർഡ്സ്വർത്ത്, ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പോയറ്റാണ്, എഴുത്തുകാരനാണ്, ഓക്കെ, കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹം എന്താ പറഞ്ഞത്? നേച്ചർ, അല്ലേ, പ്രകൃതിയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ടീച്ചർ എന്നാണ് പറയുന്നത്. കാരണം പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് റൊമാൻറ്റിക് പോയറ്റ്, അതായത് ഒരുപാട് പ്രകൃതിയെ വർണ്ണിച്ചെഴുതിയിട്ടുള്ള പോയറ്റാണ് വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹം പറയുന്നത് അതാണ്. ഓക്കെ, നമുക്കിനി പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കൂ, കർട്ടൻ റൈസർ. എന്താ അവിടെ കാണിച്ചിരിക്കുന്നത്? 2 വീടുകൾ തന്നിട്ടുണ്ടല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. വാട്ട് ഡു യു സീ? എന്താണ് നിങ്ങൾ കാണുന്നത്? ആ ചിത്രങ്ങൾ നോക്കൂ, നിങ്ങൾ എന്താണ് കാണുന്നത്? ആർ ദീസ് ഹൗസസ് സിമിലർ? ഈ 2 വീടുകളും ഒരുപോലെയാണോ? ഹൗ? ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഓക്കെ, വേർ ഡു യു ഫൈൻഡ് സച്ച് ഹൗസസ്? നിങ്ങൾ എവിടെയാണ് ഇങ്ങനത്തെ വീടുകൾ കാണുക? വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ്? എന്തിനാണ് ആൾക്കാർ ഇങ്ങനത്തെ വീടുകൾ ഉണ്ടാക്കുന്നത്? വാട്ട് ആർ സച്ച് ഹൗസസ് കോൾഡ്? എന്താണ് ഈ ഹൗസുകളെ, ഈ വീടുകളുടെയൊക്കെ പേരെന്താണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്, അല്ലേ. ആർ ദീസ് ഹൗസസ് സിമിലർ? നോ, അല്ലേ, ദീസ് ഹൗസസ് ആർ നോട്ട് സിമിലർ. എന്താണ് ഒരു വീട് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 1 ഹൗസ് ഈസ് മെയ്ഡ് ഓഫ് ഐസ് ബ്ലോക്സ്. ഒരു വീട് ഉണ്ടാക്കിയിരിക്കുന്നത് ഐസ് കട്ടകൾ കൊണ്ടാണ്. എന്നാൽ മറ്റേ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളത്തിൻ്റെ മേലെ വുഡൻ സ്റ്റിൽസ്, അല്ലേ, മരത്തിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടാണ്, മരത്തിൻ്റെ പലകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളത്തിൻ്റെ മേലെ. ഓക്കെ, they are different in shape, material and the place where they are used. അത് അവരുടെ ഷേപ്പിൽ, അതിൻ്റെ വീടിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. പിന്നെന്തോ അതുണ്ടാക്കിയ സാധനങ്ങളിൽ അത് വ്യത്യാസമാണ്. ഒന്ന് ഐസാണ്, ഒന്ന് മരമാണ്, സോ വ്യത്യാസമുണ്ട്. പിന്നെ ഏത് സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത്? തണുപ്പുള്ള ഐസ്, അല്ലെ, ആർട്ടിക് ഏരിയ പോലെയുള്ള, അന്റാർട്ടിക് ഏരിയ പോലെയുള്ള തണുപ്പുള്ള പ്രദേശത്താണ് ഒന്നുണ്ടാക്കുക, മറ്റൊന്ന് വെള്ളത്തിൻ്റെ മേലെയാണ് ഉണ്ടാക്കുക. ഓക്കെ, അതൊക്കെയാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലേ. അതുകൊണ്ട് രണ്ടും സിമിലർ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വേർ ഡു യു ഫൈൻഡ് സച്ച് ഹൗസസ്? എവിടെയാണ് നിങ്ങൾ ആ വീടുകൾ കാണുക? ഫസ്റ്റ് വൺ ഈസ് ഫൗണ്ട് ഇൻ വെരി കോൾഡ് റീജിയൻസ്. ആദ്യത്തെ വീട് കാണുക വളരെ തണുപ്പുള്ള ഏരിയകളിലാണ്. പിന്നെ രണ്ടാമത്തത്, സെക്കൻഡ് വൺ, സ്റ്റിൽറ്റ് ഹൗസസ് ആർ ഫൗണ്ട് ഇൻ പ്ലേസസ് വിത്ത് ലോട്ട്സ് ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളമുള്ള ഇടത്താണ് രണ്ടാമത്തെ വീട് കാണുക. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ, വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ്? എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനത്തെ വീട് ഉണ്ടാക്കുന്നത്? ഓക്കെ, വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ് എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് ആൾക്കാർ അങ്ങനത്തെ വീടുകൾ ഉണ്ടാക്കുന്നത്, അല്ലേ. അതിനുശേഷം വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ സച്ച് ഹൗസസ് കോൾഡ്? എന്താണ് അങ്ങനത്തെ വീടുകളുടെ പേര്? ഒന്നാമത്തെ വീടിൻ്റെ പേരെന്താണ്? ഇഗ്ലൂസ് എന്നാണ്. ഓക്കെ, ഐസിലുണ്ടാക്കിയ വീടിനെ ഇഗ്ലൂസ് എന്ന് പറയും, ഇഗ്ലൂ എന്ന് പറയും. പിന്നെ സ്റ്റിൽറ്റ്, അതായത് വെള്ളത്തിൻ്റെ മേലെ ഉണ്ടാക്കിയിരിക്കുന്ന കൂടാരം പോലെയുള്ളതിനെ സ്റ്റിൽറ്റ് ഹൗസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇഗ്ലൂസ് ആർ മെയ്ഡ് ടു കീപ് പീപ്പിൾ വാം ഇൻ ഫ്രീസിങ് ക്ലൈമറ്റ്സ്. എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇഗ്ലൂസ് ഫ്രീസിങ് ആയിട്ടുള്ള, വളരെ തണുപ്പുള്ള അവസ്ഥയിൽ അവർ ആ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ. ഇഗ്ലൂസിൽ നിൽക്കുന്ന ആൾക്കാർ എസ്കിമോസ് എന്നാണ് പറയുക കേട്ടോ. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇഗ്ലൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെയോ, സ്റ്റിൽറ്റ് ഹൗസസ് ആർ മെയ്ഡ് ടു പ്രൊട്ടക്റ്റ് പീപ്പിൾ ഫ്രം ഫ്ലഡ്സ്, റെയിൻ വാട്ടർ ആൻഡ് വൈൽഡ് ആനിമൽസ്, അല്ലേ. വെള്ളപ്പൊക്കത്തിൽ നിന്നും റെയിൻ വാട്ടർ, മഴവെള്ളം, ഒരുപാട് മഴവെള്ളം വന്നിട്ടാകുമ്പോഴും പിന്നെ വൈൽഡ് ആനിമൽസിന് രക്ഷ നേടാനൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റിൽറ്റ് ഹൗസസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം കേട്ടോ. ദ ലാൻഡ് ഓഫ് ദ വിൻസ്. എന്താ പറയുന്നത്? എപ്പോഴും കാറ്റുള്ള ഒരു പ്രദേശത്തെക്കുറിച്ച്, ഒരു ലാൻഡിനെ കുറിച്ചുള്ള സ്റ്റോറിയാണിത് കേട്ടോ. നോക്കാം. ഡൊറോത്തി, എ ലിറ്റിൽ ഗേൾ, ലിവ്ഡ് ഇൻ എ സ്മോൾ വുഡൻ ഹൗസ് വിത്ത് ഹെർ അങ്കിൾ ആൻഡ് ആണ്ട്. എന്താ പറയുന്നത്? ഡൊറോത്തി എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഒരു ചെറിയ വീട്ടിൽ, അല്ലേ, ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആരുടെ കൂടെയാണ്? അവളുടെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കൂടിയാണ് താമസിച്ചിരുന്നത്. ഹെർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. അവളുടെ വീട് എവിടെയാണ്? ഒരു വലിയൊരു പുൽമേടിൻ്റെ നടുക്കാണ് അവളുടെ വീടുണ്ടായിരുന്നത്. മെഡോ എന്ന് പറഞ്ഞാൽ പുൽമേടാണ് കേട്ടോ. ദ വിൻഡ് നെവർ സ്റ്റോപ്പ് ബ്ലോയിങ് ദർ. വിൻഡ്, കാറ്റൊരിക്കലും അവിടെ വീശാണ്ടിരിക്കില്ല, എപ്പോഴും അവിടെ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. നെവർ സ്റ്റോപ്ഡ്, അല്ലേ, എപ്പോഴും വീശിക്കൊണ്ടേയിരിക്കും. വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്, ഡൊറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽട്ടർ ഇൻ ദ സെല്ലാർ ഓഫ് ദെയർ ഹൗസ്. ഇങ്ങനെ അതിശക്തമായിട്ട് കാറ്റ് വീശുമ്പോൾ അവളുടെ ഫാമിലി എന്താ ചെയ്യുക? ആ വീടിൻ്റെ ഒരു നിലവറയുണ്ട്. ഓക്കെ, നിലവറ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അങ്ങ് നിലത്ത് ഉള്ളിലേക്കൊരു അറയുണ്ട്, ഒരു ചെറിയ റൂം പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എല്ലാവരും ഇരിക്കുകയാണ് ചെയ്യുക.
ഓക്കെ, സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ആ നിലവറേൻ്റെ ഉള്ളിൽ പോയിരിക്കും. സെല്ലാർ എന്ന് പറഞ്ഞാൽ നിലവറ. ഓക്കെ. ഓൺ എ ക്ലൗഡി ഡേ ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹെർ പെറ്റ് ഡോഗ് ടോട്ടോ. എന്താണ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം. ഓക്കെ, ഒരു മേഘാവൃതമായിട്ടുള്ള ഒരു ദിവസം. ഓക്കെ, ആ ഡൊറോത്തി മുറ്റത്ത് പട്ടി അല്ലെ വളർത്തു നായായ ടോട്ടോയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ ഡൊറോത്തി റൺ ടു ദ സെല്ലാർ ബി ക്യുക്ക് ഹർ അങ്കിൾ ക്രൈഡ് ഔട്ട്. എന്താ പറയുന്നത്? വലിയ കാറ്റ് വരുന്നുണ്ട് ഡൊറോത്തി, ഓടിവാ, സെല്ലാറിലേക്ക് ഓടിവാ എന്ന് അങ്കിള് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ബി ക്യുക്ക്, പെട്ടെന്ന് വാ എന്ന് അങ്കിൾ വിളിച്ചു പറഞ്ഞു. എന്നിട്ടോ ഹി റാൻ ടുവേർഡ്സ് ദ സെല്ലാർ. ആ അങ്കിള് സെല്ലാറിൻ്റെ നേരെ സ്പീഡിൽ ഓടി. ഓണ്ട് ഫോളോഡ് ഹിം, ആൻറ്റി പുറകെ തന്നെ ഓടി. ഡൊറോത്തി സ്റ്റോപ്ഡ് പ്ലേയിങ്. ഡൊറോത്തി കളി നിർത്തി, പെട്ടെന്ന് കളി നിർത്തി. കം വിത്ത് മീ ടോട്ടോ, ഷി കോൾഡ് ഔട്ട്. ഡൊറോത്തി കളി നിർത്തിയിട്ട് പറഞ്ഞു, ടോട്ടോ വേഗം എൻ്റെ കൂടെ വാ എന്ന് അവൾ ഒച്ചത്തിൽ ടോട്ടോയിലെ വളർത്ത പട്ടിയെ വിളിച്ചു. ഓക്കെ, അതിൽ 2 ക്വസ്റ്റ്യൻസ് നോക്കി. വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലാസ്? എന്തിനാണ് ജനങ്ങൾ സെല്ലാസ് ഉണ്ടാക്കുന്നത്, നിലവറ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ്? പീപ്പിൾ മേക്ക് സെല്ലാസ് ടു കീപ് ദംസെൽസ് സേഫ് ഡ്യൂറിങ് സ്ട്രോങ് വിൻസ്. എന്താ പറയുന്നത്? അല്ലെങ്കിൽ സ്റ്റോംസ് ഓർ സ്റ്റോംസ്. ഓക്കെ, എന്താണ് വലിയ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവർ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? സെല്ലാർസ്, നിലവറകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിൽ ഡൊറോത്തി റീച്ച് ദ സെല്ലാർ? ഡൊറോത്തി സെല്ലാറിൽ എത്തുമായിരിക്കുമോ? അതിവിടെ നമുക്ക് ഷുവർ അല്ല അല്ലേ, ഇറ്റ്സ് നോട്ട് ഷുവർ. ഓക്കെ, ദ സ്റ്റോം. ഓക്കെ, കൊടുങ്കാറ്റ്. ഡൊറോത്തി റാൻ ടുവേഴ്സ് ദ സെല്ലാർ. കൊടുങ്കാറ്റ് വരുന്നുണ്ട്, അപ്പോൾ അങ്കിള് വിളിച്ചു പറഞ്ഞു, വലിയ കാറ്റ് വരുന്നുണ്ട്, ഓടി വാ ഡൊറോത്തി എന്ന് പറഞ്ഞു അല്ലേ. ഡൊറോത്തി അങ്ങനെ നിലവറയെ ലക്ഷ്യമാക്കി ഓടി. ബട്ട് ടോട്ടോ റാൻ ടു ദ ഹൗസ് ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട്. പക്ഷേ അവളുടെ വളർത്തു നായ എങ്ങോട്ട്, ടോട്ടോ എങ്ങോട്ടാണ് ഓടിയത്? വീടിനെ കൊള്ളയാണ് ഓടിയത് അല്ലേ. നിലവറയ്ക്കുള്ള ഓടാണ്ട് വീടിൻ്റെ നേരെ ഓടി അവിടെ പോയിട്ടൊരു കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു. എന്നിട്ടോ ടോട്ടോ ടോട്ടോ ഷീ സെർച്ച്ഡ് ഫോർ ഹിം ഇൻ ദ ഹൗസ്. എന്താണ്? ടോട്ടോ എന്ന് വിളിച്ചുകൊണ്ട് ഡൊറോത്തി ആ നായയെ തേടിക്കൊണ്ട് ആ വീടിൻ്റെ ഉള്ളിലൊക്കെ നടന്നു. ടോട്ടോ കം ഔട്ട്, ഡൊറോത്തി യെൽഡ് ഔട്ട്. ഒച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, ടോട്ടോ ഒന്ന് വേഗം വരൂ എന്ന് ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു. ദ ഹൗളിംഗ് വിൻ സ്വെപ്റ്റ് ഹെർ വോയിസ് എവേ. പക്ഷെ അത്ര ഒച്ചത്തിൽ വിളിച്ച് കൂക്കിയിട്ട് പോലും എന്താണ് ശക്തിയിൽ കാറ്റിൻ്റെ ഒച്ച കൊണ്ട് അവളുടെ ഒച്ചയൊന്നും എവിടെയും കേട്ടില്ല. അതിങ്ങനെ എന്താണ് സ്വെപ്റ്റ് എവേ. ഓക്കെ, കേൾക്കാണ്ട് പോയി. ഓക്കെ, എന്താണ് ഹൗളിംഗ് വിൻഡ് എന്ന് പറഞ്ഞാൽ? ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ ഓരിയിടുക എന്നാണ് അർത്ഥം. ഓക്കെ, പട്ടിയൊക്കെ ഓരിയിടുന്നതിനാണ് ഹൗളിംഗ് എന്ന് പറയുക. പക്ഷേ ഇവിടെ എന്താണ് കാറ്റിൻ്റെ അലറുന്ന അല്ലെങ്കിൽ അതിശക്തമായ കാറ്റിൻ്റെ ഒച്ച എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇനിയോ ഊ വൂ ഊ, കാറ്റിൻ്റെ സൗണ്ടാണത് കേട്ടോ. ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. കാറ്റ് അങ്ങനെ സ്ട്രോങ് ആയിട്ട് വരാൻ വേണ്ടി തുടങ്ങി. ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ. എന്താ പറ്റിയത്? മരങ്ങളൊക്കെ മറിഞ്ഞു വീണു. ടോപ്പിൾഡ് ഓവർ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു വീണു അല്ലേ, കടപുഴകി വീഴാൻ തുടങ്ങി മരങ്ങളൊക്കെ. ദ ഹൗസ് ബിഗാൻ ടു ഷേക്ക്. വീട് മൊത്തം കുലുങ്ങാൻ തുടങ്ങി. ദ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്പ് ഡൗൺ. അവിടെ കബോർഡിൽ അടുക്കി വെച്ചിരുന്ന കപ്പും പ്ലേറ്റും ഒക്കെ എന്താണ് കാറ്റിൻ്റെ ശക്തി കൊണ്ട് തെന്നി നിലത്ത് വീണു. ദ മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. ചുമരിലുണ്ടായിരുന്ന കണ്ണാടിയൊക്കെ കാറ്റത്ത് എന്താണ് പറന്ന് നിലത്ത് വീണ് പൊട്ടിപ്പോയി. വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ്? ഡൊറോത്തി വാസ് ഫ്രൈറ്റൻഡ്. അയ്യോ, നമ്മുടെ വീടിന് എന്താ സംഭവിക്കുന്നത്? ഡൊറോത്തി ആകെ പേടിച്ചു. വാട്ട് ഹാപ്പൻഡ് വെൻ ദ വിൻഡ് ബ്ലൂ? ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ശക്തിയായ കാറ്റടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് ചോദിക്കുന്നത്. വെൻ ദ വിൻഡ് ബ്ലൂ ദ ട്രീസ് ഫെൽ ഡൗൺ. മരങ്ങളൊക്കെ താഴെ വീണു. ദ ഹൗസ് ഷുക്ക്. വീട് തന്നെ ആടി ഒലിഞ്ഞു ഇളകി. ആൻഡ് ദ തിങ്സ് ഇൻ ദ ഹൗസ് ഫെൽ ആൻഡ് ബ്രോക്ക്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ താഴെ വീണ് പൊട്ടിപ്പോയി. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹൗസ്? ആ വീടിന് എന്തായിരിക്കും സംഭവിക്കുക? ദ ഹൗസ് മസ്റ്റ് ഹാവ് ബീൻ ഡാമേജ്ഡ് ബിക്കോസ് ഓഫ് ദ വിൻഡ്. അല്ല, അത് നമുക്കറിയില്ല എന്തായിരിക്കും സംഭവിക്കുക. ആക്ച്വലി വലിയ കാറ്റൊക്കെ വീശുമ്പോൾ അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും വീടിന്. ഓക്കെ, ദ ഹൗസ് മസ്റ്റ് ഹാവ് ബീൻ ഡാമേജ് ബിക്കോസ് ഓഫ് ദ വിൻഡ്. കാറ്റ് കാരണം വീടിന് ഡാമേജ് അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അടുത്ത നോക്കുന്നിട്ട് ദ ഫ്ലൈയിങ് ഹൗസ്. പറക്കുന്ന വീട് അല്ലേ. വീട് ആകാശത്തിലേക്ക് പറന്നു പോലാണ്. അത്രയും വലിയ ചുഴലിക്കാറ്റാണ് വീശിയത്. ദ സ്റ്റോം റോഡ്. എന്താണ്? കൊടുങ്കാറ്റ് അലറിക്കൊണ്ട് വന്നു. റോഡ് എന്ന് പറഞ്ഞാൽ അലറുക അല്ലേ. പിന്നെ സിംഹമൊക്കെ റോർ ചെയ്യാന്നാണ് പറയുക. അവർ കരയുന്നതിനാണ് റോറിങ് സൗണ്ട് പറയുക. സോ അത്രയും ഭീകരമാണ് കൊടുങ്കാറ്റിൻ്റെ സൗണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ക്രീക്ക്.
ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. എന്താണ് ക്രീക്ക് എന്നുള്ളത്? അതിൻ്റെ ഒരു സൗണ്ട്, ഭീകരത സൂചിപ്പിക്കുന്ന സൗണ്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. ആ വീടിനെ തന്നെ ആ നിലത്ത് നിന്ന് ഉയർത്തിക്കൊണ്ടുപോയി. ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോയി വീടിനെ. ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദ ഹൗസ്. ഡൊറോത്തിയും ടോട്ടോ ആ വീടിൻ്റെ ഉള്ളിലുള്ളതല്ലേ, അവർക്ക് രണ്ടാൾക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനൊന്നും പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ ആ വീടിനെ കാറ്റ് ഉയർത്തിക്കൊണ്ടുപോയി, പറത്തിക്കൊണ്ടുപോയി. ഓക്കെ. ഓ മൈ ഗോഡ്, അവർ ഹൗസ് ഇസ് ഫ്ലൈയിങ്. എന്താ പറയുന്നത്? ഓ ദൈവമേ, നമ്മുടെ വീട് പറക്കലാണല്ലോ എന്ന് പറഞ്ഞ് ഡൊറോത്തി അച്ഛത്തിൽ കരയാൻ തുടങ്ങി. സങ്കടം വന്നു ഡൊറോത്തിക്ക് അല്ലേ. ഡൊറോത്തി പേടിച്ച് കരയാൻ തുടങ്ങി. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി വീടിൻ്റെ ഉള്ളിൽ നിന്ന് ജനലിലെ കൂടി പുറത്തേക്ക് നോക്കി. ഷീ സോ ഫോളൻ ട്രീസ് ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ. എന്താണ് അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? വലിയ മരങ്ങളൊക്കെ കടപുഴകി വീണിട്ട് കണ്ടു. അതുപോലെ ബ്രിഡ്ജ്, പാലങ്ങളൊക്കെ പൊട്ടിയിട്ട് കണ്ടു. ടോട്ടോ ബിക്കെയിം അഫ്രേഡ്. ടോട്ടോയും ആകെ പേടിച്ചു പോയി. ഹി സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദർ ഇൻസൈഡ് ദ ഹൗസ്. എന്താണ് പട്ടി പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടലാണ് ഈ ടോട്ടോ അല്ലേ. വീടിൻ്റെ ഉള്ളിലേക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലാണ്. വി ആർ ഇൻ ഡേഞ്ചർ ഡിയർ. ഡൊറോത്തി ഹെൽഡ് ടോട്ടോ ഇൻ ഹെർ ആംസ്. എന്താണ് ടോട്ടോനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഡൊറോത്തി പറഞ്ഞു, നമ്മൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നല്ലോ ഡിയർ എന്ന് സ്നേഹത്തോടു കൂടി ടോട്ടോയോട് ഡൊറോത്തി പറഞ്ഞു. ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. കാറ്റ് വീണ്ടും ആ വീടിനെ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പൊക്കി കൊണ്ടുപോയി. ഓവർ ദ ഫോളൻ ട്രീസ്. എന്താണ് വീണ് കിടക്കുന്ന മരങ്ങളുടെ മുകളിലേക്ക്. ഓവർ ദ മാർക്കറ്റ്. വലിയ ചന്തയുണ്ടാവും അല്ലേ, മാർക്കറ്റ് ഉണ്ടാവും, സാധനങ്ങളൊക്കെ വാങ്ങുന്ന വലിയ മാർക്കറ്റിൻ്റെ മുകളിലേക്ക് കൂടി. ഓവർ ദ സ്ട്രീം. അരുവികളുടെ ഒക്കെ മേലേക്ക് കൂടി. ഓവർ ദ മൗണ്ടൈൻ. വലിയ പർവ്വതങ്ങളുടെ മുകളിൽ അത്രയും ഹൈറ്റിൽ ഈ വീടിനെ ഉയർത്തി കൊണ്ടുപോയി വിൻഡ്. ഓക്കെ. ഡൊറോത്തി ട്രംബിൾഡ് വിത്ത് ഫിയർ. ഡൊറോത്തി ആകെ പേടിച്ച് വിറച്ചു. ഷീ കുഡിൻറ്റ് ഈവൻ ക്രൈ. അവൾക്ക് ഒന്ന് കരയാൻ പോലും പറ്റിയില്ല. ആകെ പേടിച്ചിരിക്കലാണ് അവൾ. ഷീ കുഡ് ഓൺലി സീ ദ ഹൗസ് ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്. അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അവൾ ആകെ പേടിച്ചു പോയി. അവൾക്ക് ആകെ കാണാൻ പറ്റിയത് എന്താണ്? കറുത്തിരുണ്ട മേഘങ്ങളെ മാത്രമാണ് അവൾ കണ്ടത്. ഓക്കെ. അവൾ ആകെ പേടിച്ച് വിറച്ചു. അവൾ അതുകൂടി കണ്ടപ്പോഴത്തേക്ക് അവൾ ആകെ കണ്ണ് മുറുക്കി അടച്ചു. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഓക്കെ. നോക്കി 2-3 ക്വസ്റ്റ്യൻസ്. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്. ആ പറന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ അകത്ത് നിന്ന് ഡൊറോത്തി എന്താണ് കണ്ടത്? ഷീ സോ ഫോളൻ ട്രീസ്. വീണ് കിടക്കുന്ന മരങ്ങൾ കണ്ടു. ബ്രോക്കൺ ബ്രിഡ്ജസ്. പൊട്ടിയ പാലങ്ങൾ കണ്ടു. ദ മാർക്കറ്റ്, ദ സ്ട്രീം ആൻഡ് ദ മൗണ്ടെയ്ൻസ്. എന്താണ് കണ്ടത്? മാർക്കറ്റ് കണ്ടു, സ്ട്രീം അരുവി കണ്ടു, മൗണ്ടെയ്ൻസ് പർവ്വതങ്ങൾ കണ്ടു അല്ലേ. ഓക്കെ. ഇഫ് യു വെയർ ഡൊറോത്തി വാട്ട് വുഡ് യു ഡു. നമ്മളാണ് ഡൊറോത്തിയുടെ സ്ഥലത്തെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? നമ്മളാണെങ്കിൽ ഐ വുഡ് സ്റ്റേ കാം ആൻഡ് ഹോൾ ടോട്ടോ സേഫ്ലി അല്ലേ. നമ്മൾ കാമായിട്ടല്ലേ, അധികം ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാണ്ട് എന്താണ് വളരെ ശ്രദ്ധയോടുകൂടി ഒരു സൈഡിൽ പോയിരുന്ന് ടോട്ടോനെയും കെട്ടിപ്പിടിച്ചിരിക്കും അല്ലേ. വേറെ എന്താ ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടോട്ടോ. ടോട്ടോയ്ക്കും ഡൊറോത്തിക്കും എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയില്ല. ബട്ട് ലെറ്റ്സ് ഹോപ്പ്. ദേ വിൽ ഫ്ലൈ അണ്ടിൽ ദ സ്റ്റോം സ്റ്റോപ്സ് ആൻഡ് ദെൻ ലാൻഡ് സേഫ്ലി. എന്താണ്? ദേ വിൽ ഫ്ലൈ അണ്ടിൽ ദ സ്റ്റോം സ്റ്റോപ്സ്. അതായത് ഈ കൊടുങ്കാറ്റ് വീശുന്നത് നിർത്തുന്നവർ അവരിങ്ങനെ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുമായിരിക്കും. എന്നിട്ടോ ദെൻ ദേ വിൽ ലാൻഡ് സേഫ്ലി. അവരെന്നിട്ട് സേഫായിട്ട് ലാൻഡ് ചെയ്യുമായിരിക്കും അല്ലേ. ഓക്കെ. എന്നിട്ട് നോക്കൂ. ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. ഓക്കെ. ഏതോ അപരിചിതമായ ഒരു സ്ഥലത്തെത്തിപ്പെട്ടു അവർ. ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. തഡ് ദ ഹൗസ് ലാൻഡഡ് സംവെയർ. ആ വീട് പോയിട്ട് എവിടെയോ ലാൻഡ് ചെയ്തു. ഓക്കെ. ഡൊറോത്തി ഓപ്പൺഡ് ഹെർ ഐസ്. ഷീ ലുക്ക്ഡ് ഔട്ട്. എന്താണ്? ഓക്കെ. അത്ര നേരം കണ്ണ് മുറുക്കി അടച്ചിരിക്കലാണ് ഡൊറോത്തി പേടിച്ചിട്ട്. ഓക്കെ. എന്നിട്ട് എവിടെയോ കൊണ്ട് വീട് അങ്ങനെ ലാൻഡ് ചെയ്യുന്ന പോലെ ഡൊറോത്തിക്ക് തോന്നി. അപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു. ഓ ദ സ്റ്റോം ഹാസ് ഗോൺ. ഷീ കെയിം ഔട്ട് വിത്ത് ടോട്ടോ. ഓ കാറ്റ് ഏതായാലും കൊടുങ്കാറ്റൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അവൾ ടോട്ടോനെയും കൂട്ടി പുറത്തേക്ക് വന്നു. ദ എയർ വാസ് ഫിൽഡ് വിത്ത് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. പുറത്തെന്താണ്? നല്ല പൂക്കളുടെ മണം ഉണ്ടായിരുന്നു. ബേർഡ്സ് ചിപ്ഡ്. ഓക്കെ. പക്ഷികളൊക്കെ ചിലച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വേർ ആർ വി നൗ ഷീ വണ്ടേർഡ്. എന്താണ്? നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അവൾ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി. ടോട്ടോ സ്നിഫ്ഡ് അറൗണ്ട്. എന്താ സ്നിഫ്ഡ് എന്ന് പറഞ്ഞാൽ? പട്ടി മണപ്പിക്കില്ലേ? പട്ടി മണപ്പിച്ച് നടക്കുന്നതിനാണ് സ്നിഫ്ഡ് എന്ന് പറയുക. ഓക്കെ. ഹി ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി പസിൽഡ്. അവനും ആകെ അത്ഭുതപ്പെട്ടു. നമ്മൾ എവിടെയുള്ളതെന്നൊന്നും അറിയാണ്ട്
എന്താണ് ടോട്ടോ ആകെ അത്ഭുതത്തോടു കൂടി അല്ലേ, പസിൽഡ് എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാത്ത പോലെ ആകെ അത്ഭുതപ്പെട്ടു, നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാത്ത ഒരു ആശ്ചര്യത്തോടു കൂടി ഡൊറോത്തിയെ നോക്കി. ഡൊറോത്തി സോ സം സ്ട്രേഞ്ച് പീപ്പിൾ കമ്മിങ് ടുവേർഡ്സ് ദം. അപ്പോൾ ഡൊറോത്തി കണ്ടു കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാർ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നത് ഡൊറോത്തി കണ്ടു. ദേ വെർ സ്മോളർ ദാൻ ഡൊറോത്തി ബട്ട് ബിഗ്ഗർ ദാൻ ടോട്ടോ. ആ ആൾക്കാർ എന്താണ് ഡൊറോത്തിയേക്കാളൊക്കെ ചെറുതായിരുന്നു, പക്ഷേ ടോട്ടോ ആ ഡോഗിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്, പക്ഷേ ഡൊറോത്തിയേക്കാൾ വളരെ ചെറുതായിട്ടുള്ള കുറച്ച് ആൾക്കാർ. ഓക്കെ. ദേ വോർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. അവർ തൊപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേലെ ചെറിയ ബെല്ലുകളുള്ള തൊപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ. ടോട്ടോ ബാഗ്ഡ് അറ്റ് ദം. എന്താണ് ടോട്ടോ അവരെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. കാം ഡൗൺ ടോട്ടോ, ഡൊറോത്തി പാറ്റഡ് ഹിം. അവൻ്റെ പുറത്ത് ഇങ്ങനെ പതുക്കെ തലോടി. പാറ്റഡ് എന്ന് പറഞ്ഞാൽ പതുക്കെ ഇങ്ങനെ തലോടുക, സ്നേഹത്തോടു കൂടി. ഓക്കെ, വാത്സല്യത്തോടു കൂടി ഇങ്ങനെ തലോടുന്നതിനാണ് പാറ്റിങ്, പാറ്റ് ചെയ്യുക, പാറ്റഡ് എന്ന് പറയാം കേട്ടോ. ഡൊറോത്തി ഇങ്ങനെ മേത്ത് തൊട്ട് കൊടുത്തിട്ട് പറഞ്ഞു കാം ഡൗൺ, കാം ഡൗൺ, നീ ഒച്ചയാക്കല്ല, കുരയ്ക്കേണ്ട, നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. ഹായ് ലിറ്റിൽ ഗേൾ, വി ആർ മഞ്ച്കിൻസ്, വെൽക്കം ടു അവർ ലാൻഡ്സ്. ഓക്കെ, വന്ന ആൾക്കാർ പറഞ്ഞു ഹായ് ലിറ്റിൽ ഗേൾ, ഞങ്ങൾ മഞ്ച്കിൻസ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് മഞ്ച്കിൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് അല്ലേ, ചെറിയ മനുഷ്യന്മാർക്കും നീളം കുറഞ്ഞ മനുഷ്യന്മാർക്കും കുട്ടികൾക്കൊക്കെയാണ് മഞ്ച്കിൻസ് എന്ന് പറയാം കേട്ടോ. നമ്മൾ സ്നേഹത്തോടെ നമ്മൾ പറയും അല്ലേ, ഷീസ് മൈ ലിറ്റിൽ മഞ്ച്കിൻ എന്ന് വെച്ചാൽ അത് സ്നേഹത്തോടെ പറയുന്നതാണ്. നമ്മുടെ എൻ്റെ കുഞ്ഞി കുട്ടിയാണ് അവൾ, എൻ്റെ കുഞ്ഞു മോളാണ് അവൾ എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് മഞ്ച്കിൻ. ഓക്കെ, ചെറിയത് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് പറഞ്ഞു വെൽക്കം ടു അവർ ലാൻഡ്, ഞങ്ങളുടെ ലാൻഡിലേക്ക്, ഞങ്ങളുടെ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന് ഡൊറോത്തിയോട് അവർ പറഞ്ഞു. വി ആർ സോ ഹാപ്പി ടുഡേ. എന്താണ്, ഞങ്ങൾ വളരെ സന്തോഷമാണ്, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് യു സേവ്ഡ് അസ്, നീ ഞങ്ങളെ സേവ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ദേ സെഡ്. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്. ഡൊറോത്തിക്ക് ഒന്നും മനസ്സിലായി, ഞാൻ സേവ് ചെയ്യാനോ അല്ലേ എന്നിങ്ങനെ ഡൊറോത്തി ആകെ കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കൂ. വൈ വാസ് ഡൊറോത്തി കൺഫ്യൂസ്ഡ്? എന്തുകൊണ്ടാണ് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയത് അല്ലേ? എന്തുകൊണ്ടാണ്? Dorothy was confused because she didn't know the place and saw new people. അവൾക്ക് ആ സ്ഥലവും അറിയില്ലായിരുന്നു, ആ ആൾക്കാരെ ഒന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയത്. ഓക്കെ, നോക്കൂ. എന്നിട്ട് ദ ഹീറോ. ഓക്കെ, യു ആർ അവർ ഹീറോ, യു കിൽ ദ ക്രൂവൽ വിച്ച്, എ യങ് മഞ്ച്കിൻ സെഡ്. എന്താണ് പറയുന്നത്? യു ആർ അവർ ഹീറോ, നീ ഞങ്ങളുടെ ഹീറോ ആണ്, നീ ഞങ്ങളുടെ നേതാവാണ്. കാരണം എന്താണ്? യു കിൽഡ് ദ ക്രൂവൽ വിച്ച്, ദുഷ്ടയായിട്ടുള്ള ആ വിച്ചിനെ അല്ലേ. എന്താണ് വിച്ച് എന്ന് പറഞ്ഞാൽ? എന്താണ്? ദുർമന്ത്രവാദിനിയാണ് കേട്ടോ വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുന്നത്? നീ ആ ദുഷ്ടയായിട്ടുള്ള ആ മന്ത്രവാദിനിയെ കൊന്നു, അതുകൊണ്ട് നീ ഞങ്ങളുടെ നേതാവാണ് എന്ന് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള മഞ്ച്കിൻ വന്നിട്ട് പറഞ്ഞു. ഓ നോ, ഐ ഹാവ് നെവർ കിൽഡ് എനിവൺ, ഡൊറോത്തി ക്രൈഡ് ഔട്ട്. നീ അവരെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഡൊറോത്തി ആകെ പേടിച്ചു പോയി. ഡൊറോത്തി കരഞ്ഞോട് പറഞ്ഞു, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് ഡൊറോത്തി കരഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ പറഞ്ഞു. നോട്ട് യു ബട്ട് യുവർ ഹൗസ്, യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കഡ് വിച്ച്. എന്താ പറയുന്നത്? നീ അല്ല ശരിക്കും കൊന്നത്, നിൻ്റെ വീടാണ്, നിൻ്റെ വീട് വന്ന് ലാൻഡ് ചെയ്തത് ആ ദുഷ്ടത്തിയായിട്ടുള്ള ആ വിച്ചിൻ്റെ മേത്ത്, ആ മന്ത്രവാദിനിയുടെ അല്ലേ, വിക്കറ്റ് ആയിട്ടുള്ള ദുഷ്ടത്തിയായിട്ടുള്ള ആ മന്ത്രവാദിനിയുടെ മേത്താണ് നിങ്ങളുടെ വീട് വന്ന് ലാൻഡ് ചെയ്തത്. അങ്ങനെ അവൾ മരിച്ചു. ഷി ഡൈഡ് സെഡ് ആൻ ഓൾഡ് മഞ്ച്കിൻ. ഓക്കെ, കുറച്ച് വയസ്സായിട്ടുള്ളൊരു മഞ്ച്കിൻ പറഞ്ഞു, നിങ്ങളല്ല കൊന്നത്, നിങ്ങളുടെ വീട് വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ, ഈസ് ഇറ്റ് സോ? ഡൊറോത്തി വാസ് ഷോക്ക്ഡ്. അങ്ങനെയാണോ എന്ന് ഡൊറോത്തി അത്ഭുതപ്പെട്ടു. ഓക്കെ, ഞെട്ടിപ്പോയി ശരിക്കും. യെസ്, വി വെർ ഹെർ സ്ലേവ്സ്, ഞങ്ങളൊക്കെ അവളുടെ അടിമകളായിരുന്നു. ഓക്കെ, അവൾ എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കേണ്ട അടിമകളായിരുന്നു ഞങ്ങൾ. ഓക്കെ, മന്ത്രവാദിനിയാകുമ്പോൾ അവർക്ക് ഒരുപാട് മന്ത്രവാദമൊക്കെ അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ പേടിപ്പിച്ച് സ്ലേവ്സ്, അടിമകളാക്കി വെച്ചിരിക്കലായിരുന്നു കേട്ടോ. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമകൾ. ഓക്കെ, യു സെറ്റ് അസ് ഫ്രീ, ലെറ്റ്സ് സെലിബ്രേറ്റ് അവർ ഫ്രീഡം. ദേ ബിഗാൻ ടു ഡാൻസ്. നിങ്ങളാണ് ഞങ്ങളെ ഫ്രീ ആക്കി തന്നത് അല്ലേ, ഞാൻ സ്വതന്ത്രരാക്കിയത് നീയാണ്, അതുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ജോയിനസ്, ദ ഓൾഡ് മഞ്ച്കിൻ ഇൻവൈറ്റഡ് ഡൊറോത്തി. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ വയസ്സായ മഞ്ച്കിൻ ഡൊറോത്തിയെ ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, എന്താ എന്നിട്ട് ഡൊറോത്തി പറഞ്ഞു നോക്കൂ. താങ്ക്സ് ബട്ട് പ്ലീസ് ഹെൽപ്പ് അസ് ഗോ ബാക്ക് ടു അവർ വില്ലേജ്, ഷീ സെഡ്. എന്താ പറയുന്നത്? താങ്ക് യു, നിങ്ങളിവിടെ ഡാൻസ് കളിക്കാൻ വിളിച്ചതിന് താങ്ക് യു, പക്ഷേ ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്താൻ വേണ്ടി ദയവേദി ഞങ്ങളെ സഹായിക്കാമോ എന്ന്
ഡൊറോത്തി ആ മഞ്ച്കിൻസിനോട് ചോദിച്ചു. ഓക്കെ, ആ കുഞ്ഞു മനുഷ്യരോട് ചോദിച്ചു. അപ്പോൾ എന്താ അവർ പറഞ്ഞത്? സോറി, വി കാണ്ട്. സോറി, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഷ്വർലി ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. എന്താണ് വിസാർഡ് ഓഫ് ഓസ് എന്ന് പറയുന്നത്? അവരുടെയൊക്കെ നേതാവ് അല്ലേ, മാജിക്കൊക്കെ അറിയാവുന്ന അവരുടെ നേതാവാണ് വിസാർഡ് ഓഫ് ഓസ്. ഓക്കെ, സോ ഹീസ് എ മജീഷ്യൻ. ഓക്കെ, അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. മാജിക് അറിയുന്ന ആളാണ്, അതുകൊണ്ട് അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, ഒരുപാട് കഴിവൊക്കെയുള്ള ആളാണ് എന്ന് പറഞ്ഞു. ഓക്കെ, വിസാർഡ് ഓഫ് ഓസ്, ഹു ഈസ് ഹി ആസ്ക്ഡ് ഡൊറോത്തി. അതാരാത് ഈ വിസാർഡ് ഓഫ് ഓസ് എന്ന് ഡൊറോത്തി ചോദിച്ചു. ഹീ ഈസ് എ പവർഫുൾ മജീഷ്യൻ ഹൂ ക്യാൻ വർക്ക് വണ്ടേഴ്സ്. ആരാണ്? വളരെ ശക്തിയുള്ള കഴിവുള്ള ഒരു മജീഷ്യൻ, മാജിക്കുകാരനാണ് വിസാർഡ് ഓഫ് ഓസ്. അദ്ദേഹത്തിന് ഒരുപാട് വണ്ടേഴ്സ് അല്ലെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളാണ് എന്ന് അവർ മഞ്ച്കിൻസ് പറഞ്ഞു. ഓക്കെ, ദ ഓൾഡ് മഞ്ച്കിൻ റിപ്ലൈഡ്. ദ ഓൾഡ് ആയിട്ടുള്ള മഞ്ച്കിൻ ഡൊറോത്തിയോട് പറഞ്ഞു. ഡൊറോത്തി സ്മൈൽഡ്. ഡൊറോത്തി പുഞ്ചിരിച്ചു. ഷീ വാക്ക്ഡ് വിത്ത് ടോട്ടോ ടു മീറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. അവൾ ടോട്ടോൻ്റെ കൂടെ നടന്നു പോയിട്ട് ഈ വിസാർഡ് ഓഫ് ഓസിനെ കാണാൻ വേണ്ടി അവർ രണ്ടുപേരും നടന്നു പോയി. ഓക്കെ, അതിൽ 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. ഹൗ ഡിഡ് ദ വിക്കഡ് വിച്ച് ഡൈ? എങ്ങനെയാണ് ആ ദുഷ്ടത്തെയായിട്ടുള്ള മന്ത്രവാദിനി എങ്ങനെയാണ് മരിച്ചതെന്നാണ് ചോദിക്കുന്നത്. ദ വിക്കഡ് വിച്ച് ഡൈഡ് വെൻ ഡൊറോത്തീസ് ഹൗസ് ലാൻഡഡ് ഓൺ ഹർ. എങ്ങനെയാണ്? ഡൊറോത്തിയുടെ വീട് പോയിട്ട് അവളുടെ മേത്ത് ലാൻഡ് നിന്നപ്പോഴാണ് വിക്കഡായിട്ടുള്ള വിച്ച് മരിച്ചുപോയത്. ഹൗ കുഡ് ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? എങ്ങനെ വിസാർഡ് ഓഫ് ഓസിന് ഡൊറോത്തിയെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദ വിസാർഡ് ഓഫ് ഓസ് കുഡ് ഹെൽപ്പ് ഡൊറോത്തി ബൈ യൂസിങ് ഹിസ് പവർഫുൾ മാജിക് ടു സെൻഡ് ഹെർ ബാക്ക് ടു ഹെർ വില്ലേജ്. എന്താണ്? വിസാർഡ് ഓഫ് ഓസിന് അയാളുടെ ശക്തി ഉപയോഗിച്ചിട്ട്, മാജിക്കൽ പവർ അല്ലേ ഉപയോഗിച്ചിട്ട് ഡൊറോത്തിയെ തിരിച്ച് അവളുടെ നാട്ടിലേക്ക് അയക്കാൻ കഴിയും എന്നാണ് എന്ത് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറയുന്നത്. ഓക്കെ, എന്നിട്ട് നോക്കൂ. മീറ്റിംഗ് ദ വിസാർഡ്. അവർ പോയിട്ട് വിസാർഡിനെ മീറ്റ് ചെയ്യലാണ്. ഓക്കെ, ദ റീച്ച്ഡ് ദ വിസാർഡ്സ് പാലസ്. അവർ ഡൊറോത്തിയും ടോട്ടോവും കൂടി നടന്ന് വിസാർഡിൻ്റെ വീട്ടിലെത്തി, പാലസിലെത്തി, കൊട്ടാരത്തിലെത്തി. ഓക്കെ, വെൽക്കം, വെൽഡൺ ഡൊറോത്തി. എന്താ പറയുന്നത്? വെൽക്കം, വെൽഡൺ ഡൊറോത്തി. ആരാ പറയുന്നത്? യു സേവ് ദ മഞ്ച്കിൻസ്. വിസാർഡ് ഓഫ് ഓസ് പറയുന്നത്. ഓക്കെ, സ്വാഗതം, നിങ്ങൾ ആ മഞ്ച്കിൻസിനെയൊക്കെ രക്ഷിച്ചു എന്ന് ആരാണ്? ഡൊറോത്തിയോട് പറഞ്ഞു. ഓക്കെ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ആസ് ദ വിസാർഡ് ഓഫ് ഓസ്. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് വിസാർഡ് ഓഫ് ഓസ് ആരോട് ചോദിച്ചു? ഡൊറോത്തിയോട് ചോദിച്ചു. എന്താ പറഞ്ഞത് ഡൊറോത്തി? നോക്കാലോ. പ്ലീസ് ഹെൽപ്പ് us ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഡൊറോത്തി പ്ലീഡഡ്. എന്താണ് അവൾ റിക്വസ്റ്റ് ചെയ്തത്? ഞങ്ങളെ ഞങ്ങളുടെ വില്ലേജിലേക്ക് ഒന്ന് എത്തിച്ചു തരാമോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പോകാൻ വേണ്ടിയിട്ടെന്ന് അവൾ വിസാർഡ് ഓഫ് ഓസിനോട് റിക്വസ്റ്റ് ചെയ്തു അല്ലേ, പ്ലീഡഡ്. എന്നാണ് ദയനീയമായിട്ട് അപേക്ഷിച്ചു അവരോട്. ഓക്കെ, വൈ ഡു യു വാണ്ട് ടു ലീവ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്? ഹി ആസ്ഡ്. ഇത് ഇത്രയും മനോഹരമായ സ്ഥലമല്ലേ, എന്തിനാണ് നിനക്ക് ഈ ലാൻഡ് വിട്ട് നീ പോകുന്നത് എന്ന്, അല്ലെങ്കിൽ ഈ സ്ഥലം വിട്ട് നീ എന്തിനാണ് പോകുന്നത് എന്ന് വിസാർഡ് ഓഫ് ഓസ് ഡൊറോത്തിയോട് ചോദിച്ചു. അപ്പോൾ എന്താ പറയുന്നത് അവൾ നോക്കാലോ. ദർ ഈസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം, ഡൊറോത്തി സെഡ്. എന്താ പറയുന്നത്? ദർ ഈസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. നമ്മളുടെ സ്വന്തം വീട് പോലെ അല്ലെങ്കിൽ നാട് പോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും ഈ ഭൂമിയിലില്ല. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു പോകേണ്ടത് എന്നാണ് ആര് പറയുന്നത്? ഡൊറോത്തി പറയുന്നത് കേട്ടോ. യെസ്, ആസ് യു വിഷ് മൈ ഡിയർ. ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. എന്താണ്? നീ ആഗ്രഹിക്കുന്നത് പോലെ. ഓക്കെ, നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിന്റെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിസാർഡ് എന്ത് ചെയ്തു? അയാളുടെ മാജിക് വാൻഡ്. എന്താണ് മാജിക് വാൻഡ്? എന്ന് മാന്ത്രിക വടി ഇങ്ങനെ ചുഴറ്റി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? വാവ്, ദ ഹൗസ് അപ്പിയേർഡ്. അവളുടെ വീട് അവരുടെ പ്രത്യക്ഷപ്പെട്ടു. ഡൊറോത്തി ആൻഡ് ടോട്ടോ ഗോട്ട് ഇൻ. ഇറ്റ് ബിഗാൻ ടു ഫ്ലൈ. ആ വീട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിലേക്ക് ഡൊറോത്തിയും ടോട്ടോയും കയറി ആ വീടിങ്ങനെ പറന്ന് പൊന്തി പോകാൻ തുടങ്ങി. ഓവർ ദ ഹിൽസ്, ഓവർ ദ ഫീൽഡ്സ് അല്ലേ, അങ്ങനെ മേലെ മേലെ ഹിൽസിൻ്റെയും മലകളുടെയും പാടങ്ങളുടെയും മുകളിലേക്ക് കൂടി അത് പറന്ന് പോയി. എന്നിട്ടോ ഫൈനലി അവസാനം ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹർ വില്ലേജ്. അങ്ങനെ അത് പറന്ന് തിരിച്ച് അവളുടെ വില്ലേജിൽ, അവളുടെ ഗ്രാമത്തിൽ അത് പോയി ലാൻഡ് ചെയ്തു, അവിടെ പോയി നിന്നു. ഓക്കെ, ടോട്ടോ വി ആർ ബാക്ക്. ഷി ബിക്കേം വെരി ഹാപ്പി. എന്താ പറയുന്നത്? ടോട്ടോ, നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ എത്തിയെന്ന് സന്തോഷത്തോടു കൂടി ഡൊറോത്തി ടോട്ടോയോട് പറഞ്ഞു. ദ സ്കൈ വാസ് ക്ലിയർ. ദർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. എന്താണ്? ആകാശമൊക്കെ വളരെ നല്ല ക്ലിയർ ആയിരുന്നു. ആകാശത്തൊരു മഴവില്ലും ഇങ്ങനെ എന്താണ് പ്രകാശിച്ച് നിന്നിരുന്നു അല്ലേ,
നട്ടെളിഞ്ഞ് നിന്നിരുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഈ സ്റ്റോറി എൻഡ് ചെയ്തു. ഓക്കെ അതിൽ 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? എങ്ങനെയാണ് വിസാർഡ് ഓഫ് ഓസ് ഡൊറോത്തിയെ ഹെൽപ്പ് ചെയ്തത്? നേരത്തെ ചോദിച്ചത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്നാണ്. ഇവിടെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് എന്നാണ്. ഓക്കെ ദ വിസാർഡ് ഓഫ് ഓസ് യൂസ്ഡ് ഹിസ് മാജിക് ടു ബ്രിങ് ഡൊറോത്തീസ് ഹൗസ് ബാക്ക്. എന്താണ്? വിസാർഡ് ഓഫ് ഓസ് അയാളുടെ മാജിക് ഉപയോഗിച്ചിട്ട് ഡൊറോത്തിയുടെ വീട് തിരിച്ചു കൊണ്ടുവന്നു. ഷീ സാറ്റ് ഇൻ ദ ഹൗസ് ആൻഡ് ഫ്ലൂ ബാക്ക് ടു ഹെർ വില്ലേജ്. അവൾ ആ വീട്ടിൽ കയറിയിരുന്നിട്ട് അവളുടെ വില്ലേജിലേക്ക് തിരിച്ച് പറന്നു പോയി. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദർ ഈസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. കമൻറ്റ്. ഒരു സെൻറ്റൻസ് ഡൊറോത്തി പറയുന്നുണ്ട് അല്ലേ, വേറെ ഒരു സ്ഥലവും നമ്മുടെ സ്വന്തം നാടിനെ പോലെ അല്ലെങ്കിൽ സ്വന്തം വീട് പോലെ മനോഹരമായിട്ടുള്ള ഇല്ല. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ഇറ്റ് മീൻസ് ഹോം ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. വി ഫീൽ ഹാപ്പി ആൻഡ് സേഫ് ഇൻ അവർ ഓൺ ഹോം. എന്താ പറയുന്നത്? നമ്മുടെ വീടും നമ്മുടെ നാടുമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള പ്ലേസ്. ഓക്കെ അത്രയും നമ്മൾ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫീൽ ചെയ്യുന്ന മറ്റൊരു സ്ഥലവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ഈ ചെറിയൊരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. ഓക്കെ താങ്ക് യു. ബൈ മക്കളെ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.